IAT അഥവാ ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇന്ത്യയിലുള്ള ഐസറുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈ പരീക്ഷ നടത്താറുള്ളത്. പക്ഷേ ഐസറിലേക്ക് മാത്രമല്ല, മറ്റു ചില പ്രമുഖമായ സ്ഥാപനങ്ങളും ഈ പരീക്ഷയിലൂടെ അവരുടെ അഡ്മിഷൻസ് കൊടുക്കാറുണ്ട്. അത് ഏതൊക്കെയാ സ്ഥാപനങ്ങൾ, എന്ത് എലിജിബിലിറ്റി ഉള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുക, 2025 ഈ പരീക്ഷ എപ്പോഴാണ് നടക്കുക തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ IAT ഇന്ത്യയിലെ 7 ഐസേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഈ 7 ഐസറുകളിൽ ഒരെണ്ണം ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ഒരു ഐസർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഐസറുകളിലെല്ലാം കൂടിയിട്ട് പല പ്രോഗ്രാമുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഐസറിലും ഒരേ പ്രോഗ്രാമാണ് ഉള്ളത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത്. ഇനി എന്താണ് ഈ ഐസർ എന്ന് പറഞ്ഞാൽ, ഐസർ സ്ഥാപിച്ചത് തന്നെ നമ്മുടെ സ്റ്റുഡൻസിലുള്ള ഒരു സയൻസ് എഡ്യൂക്കേഷനും റിസർച്ചിൻ്റെ ആ ഒരു സാധനവും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഒരു സയൻസിൻ്റെ റിസർച്ചിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇത്തരം സ്ഥാപനങ്ങൾ ലക്ഷ്യമായി കണ്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഐസറിലെ പല പ്രോഗ്രാമുകളിൽ ഒന്നെന്ന് പറയുന്നത് BSMS പ്രോഗ്രാമാണ്. BSMS എന്ന് പറയുമ്പോഴത്തേനും വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല, അതൊരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഈ BSMS പലതരം വിഷയങ്ങളിലുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ സയൻസസ്, കെമിക്കൽ സയൻസസ്, അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ നമുക്ക് BSMS പ്രോഗ്രാംസ് ഇവിടെ നിന്ന് പഠിക്കുവാൻ സാധിക്കും. അത് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഐസർ ഭോപ്പാലില്ലേ, അവർക്ക് ഒരു BS പ്രോഗ്രാം ഉണ്ട്. ആ BS പ്രോഗ്രാം എക്കണോമിക് സയൻസിലാണ് ഉള്ളത്. ഇനി ഈ വർഷം തിരുപ്പതി ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് BS ഇൻ എക്കണോമിക് സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഐസർ ഭോപ്പാലിന് BTech പ്രോഗ്രാംസും ഉണ്ട്. ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ഭോപ്പാൽ നമുക്ക് BTech പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എല്ലാത്തിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതേണ്ടുന്ന പരീക്ഷയാണ് ഈ IAT. ഇനി ഇത് കൂടാതെ വേറെയും പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇതിലൂടെ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ IISc ബാംഗ്ലൂർ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും അതുപോലെ മദ്രാസിലെ IITയുമാണ്. ഇവരുടെ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ IIT എഴുതി കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. സ്പെസിഫിക്കലി ഈ 2 സ്ഥാപനങ്ങളിലെയും ഓരോ പ്രോഗ്രാമുകൾക്കാണ് IATയിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. IISc ബാംഗ്ലൂരിനകത്ത് നമുക്കൊരു BS റിസർച്ച് പ്രോഗ്രാം ഉണ്ട്. ആ BS റിസർച്ച് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനും IIT മദ്രാസിനകത്ത് എഗെയിൻ ഒരു BS പ്രോഗ്രാം ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ സയൻസിനെയും എഞ്ചിനീയറിങ്ങിനെയും കൂടെ ചേർത്ത ഒരു പ്രോഗ്രാമാണ്. ആ BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷനും നിങ്ങൾ IAT എന്ന് പറയുന്ന പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളും നോക്കാം. മെയ് മാസത്തിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. മെയ് 25-ാം തീയതിയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നമുക്ക് മാർച്ച് മാസം മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. മാർച്ച് 5-ാം തീയതി എങ്ങാണ്ട് പോർട്ടൽ ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഏപ്രിൽ 15-ാം തീയതിയോടുകൂടി ഈ പോർട്ടൽ ക്ലോസ് ആവും. അപ്പോൾ ആ സമയത്തിനിടയ്ക്ക് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? അപ്ലൈ ചെയ്യുന്നവർക്ക് 11th 12th സയൻസ് വിഷയങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ സയൻസ് എന്ന് കേൾക്കുമ്പോഴേ PCMB അല്ലേ നമ്മുടെ മനസ്സിൽ വരിക. PCMB പഠിക്കണമെന്നില്ല. ഏതെങ്കിലും 3 വിഷയം പഠിച്ചാൽ മതി. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് പഠിച്ചാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. ഏതെങ്കിലും 3 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ചോദ്യ പേപ്പറിനകത്ത് ഈ പറയുന്ന 4 വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. ഫിസിക്സിൽ നിന്നും ഉണ്ടാവും, കെമിസ്ട്രിയിൽ നിന്നും ഉണ്ടാവും, മാത്തിൽ നിന്നും ഉണ്ടാവും, ബയോളജിയിൽ നിന്നും ഉണ്ടാവും. ഓരോ വിഷയങ്ങളിൽ നിന്നും 15 ചോദ്യങ്ങൾ വീതമാണ് നമുക്ക് ഉണ്ടാവുക. ചോദ്യ പേപ്പർ എന്ന് ഞാൻ പറയുമ്പോഴത്തേനും ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നിങ്ങളുടെ ചിന്ത വേറെ രീതിയിൽ പോകണ്ട കേട്ടോ. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ഈച്ചാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ് നമ്മൾ ശരി ഉത്തരം എഴുതുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക. സോ ദാറ്റ് മീൻസ് 60 × 4 ടോട്ടൽ ഓഫ് 240 മാർക്സ് ആണ് നമുക്ക് ഈ എക്സാമിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കുക. നമ്മൾ തെറ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ഉണ്ടാവും. അതായത് 1 മാർക്ക് താഴ്ന്നു പോകും, നെഗറ്റീവ് മാർക്കായിട്ട് പോകും. അപ്പോൾ ഈ 240-നകത്ത് ആരാണോ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് അവർ റാങ്കിൽ മുകളിലേക്ക് വരും. ഈ രീതിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും, അയ്യോ PCMBക്കകത്ത് ഞാൻ മാത്ത് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ബയോളജി പഠിച്ചിട്ടില്ല, അപ്പോൾ ഇത് ഞാൻ പോയി എഴുതുമ്പോഴത്തേന് ഞാൻ മൊത്തത്തിൽ താഴോട്ട് പോയില്ലേ എന്നൊക്കെ കരുതി നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതുക, അത്രേ പറയാനുള്ളൂ. പക്ഷേ തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ ഒരുപാട് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ടോട്ടൽ സ്കോറിനെ അത് ബാധിക്കും എന്നുള്ള കാര്യവും നമുക്ക് ഓർമ്മ വേണം. ഇനി
ചില വിഷയങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും 3 പഠിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷ എഴുതാമെന്ന്. പക്ഷേ ഏതെങ്കിലും 3 പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കോഴ്സിനും അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം നോ എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഐസർ ഭോപ്പാലിൽ BTech പ്രോഗ്രാംസ് പറഞ്ഞില്ലേ, ഈ BTech പ്രോഗ്രാമിന് നിങ്ങൾ മാത്ത് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. IIT എന്ന എക്സാമിൻ്റെ എലിജിബിലിറ്റിയാണ് ഈ 4-ൽ ഏതെങ്കിലും 3 വിഷയം. ദാറ്റ് ഡസ് നോട്ട് മീൻ ഏതെങ്കിലും 3 വിഷയങ്ങൾ പഠിച്ചവർക്ക് എല്ലാ കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടും എന്നത് അതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളതും നിങ്ങൾ ഓർമ്മിക്കണം. ഇതിൻ്റെ വിശദവിവരങ്ങളൊക്കെ നമുക്ക് അതാത് സൈറ്റുകളിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 2333 സീറ്റുകളുണ്ട്. ഐസറിൽ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എല്ലാം കൂടിയായിട്ടുള്ള സീറ്റുകളുടെ നമ്പറാണിത്. അപ്പോൾ ഇത്രയും സീറ്റുകളിലേക്കും ഇതിൽ നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഐസറിൽ തന്നെ ഏകദേശം 320 സീറ്റുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെയുള്ള അഡ്മിഷനാണ് ഈ പറയുന്ന പരീക്ഷ വഴി ഇവർ നടത്തുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷകളെല്ലാം എഴുതാവുന്നതാണ്. ഏത് സാധനത്തിനും പ്രിപ്പറേഷൻ ഈസ് ദ കീ. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത്. നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ കോൺഫിഡൻസോടുകൂടി നമുക്ക് ഏത് പരീക്ഷയ്ക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് റിസർച്ച് മേഖലയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സുകളൊക്കെ പഠിക്കേണ്ടത്. റിസർച്ചാണ് ഇതിൻ്റെ ആത്യന്തികമായ സാധ്യത എന്ന് പറയുന്നത്. പിന്നെ ഇതും വെച്ചിട്ട് നമ്മൾ അക്കാഡമിക്സിലേക്ക്, അതായത് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് തിരിയുന്ന ആൾക്കാരും ഉണ്ട്. ഇനി ഈ BSMS പ്രോഗ്രാമുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചിട്ട് ഐസറുകളിൽ BSMS മാത്രമാണോ ഉള്ളത്? അല്ല, അവിടെ തന്നെ നമുക്ക് PhD പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. ഇനി ഒരുപാട് പേരുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ബാച്ചലർ പ്രോഗ്രാമുകൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിദേശത്ത് പോയിട്ടായിരിക്കും അവർ അതിൻ്റെ ഫർദർ കോഴ്സുകളെല്ലാം പഠിക്കുക. അപ്പോൾ മികച്ച ഫാക്കൽറ്റികൾ പഠിപ്പിക്കുന്ന മികച്ച അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്ക് റിസർച്ചൊക്കെ ചെയ്യുന്ന തരത്തിൽ നമുക്ക് നമ്മളെ തന്നെ മോൾഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെ നമ്മൾ എപ്പോഴും കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അത്തരം അറ്റ്മോസ്ഫിയറുകളൊക്കെ ഏറ്റവും നന്നായി പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഈ ഐസർ, IISc, അതുപോലെ നമ്മുടെ ഈ നൈസർ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അതൊക്കെ എയിം ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങളെ വേണം സ്വപ്നം കണ്ട് പഠിക്കുവാൻ. ഒന്നും നമ്മൾ ഈ സ്വപ്നം കണ്ട് പഠിക്കുന്നതുകൊണ്ട് മാത്രമായില്ല. എല്ലാ സാധനത്തിനും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു എയിം വെക്കുകയും വേണം. അതിനോടൊപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷൻസും പ്രോപ്പർ ആയിരിക്കണം. എന്തൊക്കെ നമ്മൾ പഠിച്ചാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് അതെല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ശേഷിയും ഉണ്ടാവണം. ഇൻ്റർവ്യൂവിൽ ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതൊക്കെ എത്ര നേരത്തെ നിങ്ങൾ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ മനസ്സിലാക്കുന്നുവോ അത്രയും നന്നായി നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരാളുടെ മുന്നിൽ ചെന്നിരുന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ട് ഞാൻ ശ്രീസ് അക്കാഡമിയിൽ നമ്മൾ ഓൺലൈൻ കോഴ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ തന്നെ കണ്ടിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ആ എക്സ്പീരിയൻസുകളെല്ലാം കോർത്തിണക്കിയിട്ടാണ് ഈ പറയുന്ന ക്ലാസ്സസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയുക ഇത്തരം കോഴ്സുകളുടെ കാര്യങ്ങൾ ഒക്കെ ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് കയറി നോക്കാൻ. നിങ്ങൾക്ക് ശ്രീസ് അക്കാഡമിയുടെ സൈറ്റിൽ കയറിയാൽ ഓൺലൈൻ കോഴ്സസിനെ കുറിച്ച് മനസ്സിലാവും, ഓഫ്ലൈൻ കോഴ്സസിനെ കുറിച്ച് മനസ്സിലാവും. ഇത് മാത്രമല്ല നമ്മുടെ കോഴിക്കോടുള്ള സ്ഥാപനത്തിൽ നമ്മൾ ഇന്റേൺഷിപ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് 1 month ഓഫ്ലൈൻ ആയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിലേക്കൊക്കെ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ലാക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയില്ല ഒരു കോർപ്പറേറ്റ് കൾച്ചർ എങ്ങനെയാണ്, അപ്പോൾ ഒരു ഇന്റേൺഷിപ്പിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്കത് ശരിയാവുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് റീച്ചസ്. നിങ്ങൾക്ക് നിങ്ങളെ കൃത്യമായിട്ട് ആ ഒരു ഇന്റേൺഷിപ്പിലൂടെ കടത്തിക്കൊണ്ടുപോയി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിച്ച് തരാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം കേട്ടോ. അപ്പം ഈ ഐസറിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലുള്ളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായി ഞാനൊരു സെപ്പറേറ്റ് കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ ഈ പറയുന്ന JEE നീറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മോർ ദാൻ ഇനഫാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഇതിനു വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് കോച്ചിങ്ങിന് നമ്മൾ പോകണം എന്ന കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ പക്ഷെ പ്രിപ്പറേഷൻ വേണം. പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഞാനങ്ങോട്ട് പോവും, അപ്പിയർ ചെയ്യും, ഇപ്പം തന്നെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ. നിങ്ങൾ 11th 12th വിഷയങ്ങൾ എടുക്കുമ്പോഴത്തേനും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 60% മാർക്ക് ജനറൽ കാറ്റഗറിക്ക് ആവശ്യമാണ് ഇതിലേക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ തന്നെ. അപ്പോൾ നിങ്ങളുടെ 12th മാർക്സ് കുളമാക്കി കളയരുത്, അത് നന്നായിട്ട് പഠിക്കണം. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ലേക്ക് അടുത്ത വർഷം എൻ്റർ ചെയ്യാൻ പോകുന്നവരോ ഒക്കെയാണ് എങ്കിൽ നിങ്ങൾ ഓർക്കുക ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ 11ാം ക്ലാസ് തുടങ്ങുന്നത് മുതൽ ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങളുടെ പഠനത്തിനോടൊപ്പം കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. Keep going.
ഹാപ്പി ലേണിംഗ്.